മനസ്സിൽ പേസ് ബൗളർമാർക്ക് എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അവരിൽ തന്നെ തന്റെ ഭീമാകാരമായ ശരീരവും അതിവേഗവും കൃത്യതയും കൊണ്ട് എതിരാളികളുടെ പേടി സ്വപ്നമായി മാറിയ ഒരു അതുല്യ പ്രതിഭയുണ്ട്. സർ കട്ട്ലി എൽഗാർട്ടൺ ആംബ്രോസ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാളായി വാഴ്ത്തപ്പെടുന്ന ആംബ്രോസ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന്റെ സുവർണ കാലഘട്ടങ്ങളിലെ പേസ് ബൗളിംഗ് ആക്രമണത്തിന്റെ കുന്തമുനയായിരുന്നു. കരീബിയൻ ദ്വീപുകളിലെ ലളിതമായ ചുറ്റുപാടുകളിൽ നിന്ന് ലോക ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് കുതിച്ചെത്തിയ ആംബ്രോസിന്റെ ജീവിതകഥയും കരിയറിലെ ഓരോ നേട്ടവും ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും ഒരു പാഠപുസ്തകമാണ്. 1963 സെപ്റ്റംബർ 21 ആന്റിഗ്വയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് കട്ട്ലി ആംബ്രോസ് ജനിച്ചത്. ക്രിക്കറ്റിനോടായിരുന്നില്ല ചെറുപ്പത്തിൽ ആംബ്രോസിന് പ്രധാന താല്പര്യം. ബാസ്കറ്റ്ബോളിലും ഫുട്ബോളിലുമായിരുന്നു. അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും അതിലായിരുന്നു. എന്നാൽ ക്രിക്കറ്റിനോടുള്ള അമ്മയുടെ അടങ്ങാത്ത ഇഷ്ടം ആംബ്രോസിന്റെ ജീവിതഗതി മാറ്റിമറിച്ചു. അമ്മയുടെ നിരന്തരമായ പ്രോത്സാഹനവും പിന്തുണയുമാണ് അദ്ദേഹത്തെ ക്രിക്കറ്റിന്റെ ലോകത്തിലേക്ക് എത്തിച്ചത്. പിന്നീട് ആംബ്രോസ് ലോകം കണ്ട ഏറ്റവും ഭീകരനായ പേസ് ബൗളറായി മാറിയപ്പോൾ അമ്മയുടെ ദീർഘവീക്ഷണം ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ടു. 1984 സ്പീഡ്സ് ക്ലബിലൂടെയാണ് ആംബ്രോസ് തന്റെ ക്രിക്കറ്റ് കരിയറിന് തുടക്കമിടുന്നത്. ക്ലബ് തലത്തിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച അദ്ദേഹം അധികം വൈകാതെ തന്നെ 1985 ലീവാർഡ് ഐസ്ലാൻഡ് ടീമിൽ അംഗമായി. അവിടെ നിന്നാണ് ആംബ്രോസിന്റെ വളർച്ചയുടെ ആദ്യ പടി ആരംഭിക്കുന്നത്. പ്രാദേശിക മത്സരങ്ങളിലെ മികച്ച പ്രകടനം അദ്ദേഹത്തിന്റെ ദേശീയ ടീമിലേക്കുള്ള വഴി തുറന്നു. കട്ട്ലി ആംബ്രോസിന്റെ ബൗളിംഗ് ശൈലി അദ്ദേഹത്തെ സമകാലികരായ മറ്റ് ഫാസ്റ്റ് ബൗളർമാരിൽ നിന്ന് വേറിട്ട് നിർത്തി. 6 അടി 7 ഇഞ്ചോളം വരുന്ന അദ്ദേഹത്തിന്റെ ഭീമാകാരമായ ശരീരഘടന തന്നെ ബാറ്റ്സ്മാൻമാരുടെ മനസ്സിൽ ഭയം നിറയ്ക്കാൻ പോന്നതായിരുന്നു. പിച്ചിൽ നിന്ന് അസാധാരണമായ സ്വിംഗോ സീം മൂവ്മെന്റോ നേടാൻ അദ്ദേഹം ശ്രമിച്ചില്ല. പകരം തന്റെ ഉയരം ഉപയോഗിച്ച് കൃത്യതയോടെ പന്തെറിഞ്ഞ് ബാറ്റ്സ്മാൻമാരെ കുഴപ്പത്തിലാക്കി. മണിക്കൂറിൽ 150 കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ പന്തെറിയാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഉയരവും തീവ്രവുമായ പേസും ചേർന്നപ്പോൾ ആംബ്രോസിന്റെ പന്തുകൾ ബാറ്റ്സ്മാൻമാരുടെ പേടി സ്വപ്നമായി മാറി. അദ്ദേഹത്തിന്റെ ബൗൺസറുകൾ ലോകത്തിലെ മികച്ച ബാറ്റ്സ്മാൻമാരെ പോലും പ്രതിരോധത്തിലാക്കി മാറ്റി. പിച്ചിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുതിച്ചുയരുന്ന പന്തുകൾ പലപ്പോഴും ബാറ്റ്സ്മാൻമാരെ ആശയക്കുഴപ്പത്തിലാക്കുകയും വിക്കറ്റ് നഷ്ടപ്പെടുത്താൻ ഇടയാക്കുകയും ചെയ്തു. വിക്കറ്റ് കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ പോലും കുതിച്ചുയരുന്ന ബൗൺസറുകൾ ആംബ്രോസിന്റെ ട്രേഡ് മാർക്കായിരുന്നു. തുടർച്ചയായി ഒരേ ലെങ്ത്തിൽ പന്തെറിയാനുള്ള കഴിവ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നായിരുന്നു. ഇത് ബാറ്റ്സ്മാൻമാർക്ക് റൺസ് കണ്ടെത്തുന്നത് അങ്ങേയറ്റം ദുഷ്കരമാക്കി. 1988 പാകിസ്ഥാനെതിരെ ഏകദിന മത്സരത്തിലൂടെയാണ് ആംബ്രോസ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ആദ്യ 2 മത്സരങ്ങളിൽ നിന്ന് 8 വിക്കറ്റുകൾ നേടി അദ്ദേഹം തന്റെ വരവറിയിച്ചു. അതേ വർഷം തന്നെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ 22 വിക്കറ്റുകൾ വീഴ്ത്തി ആംബ്രോസ് ടെസ്റ്റ് ക്രിക്കറ്റിലും തന്റെ സാന്നിധ്യം ശക്തമായി അടയാളപ്പെടുത്തി. ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റിംഗ് നിരകൾക്കെതിരെയും അദ്ദേഹം നിഷ്പ്രയാസം വിക്കറ്റുകൾ നേടി. ആംബ്രോസിന്റെ കരിയറിലെ ചില വിസ്മയ പ്രകടനങ്ങൾ ഇന്നും ക്രിക്കറ്റ് ലോകം അത്ഭുതത്തോടെ ഓർക്കുന്നതാണ്. 1994 വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ടിനെതിരെ ബാർബഡോസിൽ കളിച്ച ടെസ്റ്റ് മത്സരം ആംബ്രോസിന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലായിരുന്നു. 1994 വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ടിനെതിരെ ബാർബഡോസിൽ കളിച്ച ടെസ്റ്റ് മത്സരം ആംബ്രോസിന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലായിരുന്നു. 2ാം ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസ് സ്കോറിംഗ് നിര ചെറിയ ലീഡ് മാത്രമുണ്ടാക്കി. എന്നാൽ ആംബ്രോസ് തന്റെ തകർപ്പൻ ബൗളിംഗിലൂടെ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിരയെ തകർത്തെറിഞ്ഞു. തുടർച്ചയായി 10 ഓവറുകൾ എറിഞ്ഞ അദ്ദേഹം കേവലം 24 റൺസ് മാത്രം വഴങ്ങി 6 വിക്കറ്റുകൾ വീഴ്ത്തി. ഇംഗ്ലണ്ടിനെ വെറും 46 റൺസിന് ഒരാൾ ഔട്ടാക്കുന്നതിൽ ഈ പ്രകടനം നിർണായകമായ പങ്കുവഹിച്ചു. 1993 ഓസ്ട്രേലിയക്കെതിരെ പെർത്തിൽ നടന്ന ടെസ്റ്റ് മത്സരം ആംബ്രോസിന്റെ ബൗളിംഗ് മികവിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ബാറ്റിംഗിൽ പിച്ചായിരുന്നിട്ടും ആംബ്രോസ് ഒറ്റയ്ക്ക് ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയെ തകർത്തിരുന്നു. 32 പന്തിൽ കേവലം 1 റൺസ് മാത്രം വഴങ്ങി അദ്ദേഹം 7 വിക്കറ്റുകൾ വീഴ്ത്തി. ഈ പ്രകടനം വെസ്റ്റ് ഇൻഡീസിനെ ഒരു ഇന്നിംഗ്സിനും 25 റൺസിനും വിജയിപ്പിച്ചിരുന്നു. ലോകം കണ്ട ഏറ്റവും മികച്ച സ്പെല്ലുകളിൽ ഒന്നായി ഇത് ഇന്നും വിലയിരുത്തപ്പെടുന്നു. ആംബ്രോസ് തന്റെ ബൗളിംഗ് മികവ് കൊണ്ട് മാത്രമല്ല കളിക്കളത്തിലെ തന്റെ ശരീരഭാഷ കൊണ്ടും എതിരാളികളെ വിറപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകം ഹെയർ സ്റ്റൈലും വിക്കറ്റ് നേടിയ ശേഷം ബാറ്റ്സ്മാൻമാരെ തുറിച്ചു നോക്കുന്ന ഭീകരമായ നോട്ടവും പ്രസിദ്ധമായിരുന്നു. ഒരു ബൗണ്ടറി അടിച്ചാൽ പോലും അടുത്ത പന്തിൽ ആംബ്രോസിന്റെ നോട്ടം ബാറ്റ്സ്മാനെ അസ്വസ്ഥനാക്കാൻ പോന്നതായിരുന്നു. സ്റ്റേഡിയത്തിലുള്ള കാണികളെ പോലും ഭയപ്പെടുത്തുന്ന ഒരുതരം ആധിപത്യം അദ്ദേഹത്തിന്റെ നോട്ടത്തിലുണ്ടായിരുന്നു. 1993 ഓസ്ട്രേലിയക്കെതിരെ നടന്ന ഒരു മത്സരത്തിനിടെ ഡീൻ ജോൺസുമായി നടന്ന റിസ്റ്റ് ബാൻഡ് സംഭവം ആംബ്രോസിന്റെ കരിയറിലെ ശ്രദ്ധേയമായ ഒരു അനുഭവമാണ്. മത്സരത്തിനിടെ ആംബ്രോസിന്റെ കയ്യിലെ റിസ്റ്റ് ബാൻഡ് തനിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്നും
അത് ഊരാൻ പറയണമെന്നും ഡീൻ ജോൺസ് അമ്പയറോട് ആവശ്യപ്പെട്ടു. അമ്പയർ ആംബ്രോസിനോട് റിസ്റ്റ് ബാൻഡ് ഊരാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ആദ്യം വിസമ്മതിച്ചു. എന്നാൽ ക്യാപ്റ്റൻ റിച്ചി സംസാരിച്ചതിന് ശേഷം ആംബ്രോസ് റിസ്റ്റ് ബാൻഡ് ഊരുകയായിരുന്നു. ഈ സംഭവം ആംബ്രോസിനെ പ്രകോപിപ്പിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം എറിഞ്ഞ പന്തുകൾ ജോൺസനെ മാത്രമല്ല ഓസ്ട്രേലിയൻ ടീമിനെ തന്നെ ഒന്നടങ്കം വിറപ്പിച്ചു. റിസ്റ്റ് ബാൻഡ് ഊരിയതിന് ശേഷമുള്ള അടുത്ത 3 പന്തുകളാണ് തന്റെ കരിയറിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ പന്തുകൾ എന്ന് ജോൺസൺ പിന്നീട് പറഞ്ഞിട്ടുമുണ്ട്. ആ മത്സരത്തിൽ ആംബ്രോസ് 5 വിക്കറ്റുകൾ നേടി ജോൺസന് തകർപ്പൻ മറുപടി നൽകിയിരുന്നു. ആംബ്രോസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 98 മത്സരങ്ങളിൽ നിന്ന് 20 റൺസ് ശരാശരിയിൽ 405 വിക്കറ്റുകൾ നേടിയിരുന്നു. ഏകദിന ക്രിക്കറ്റിൽ 225 വിക്കറ്റുകളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. 400 ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന 3ാമത്തെ വെസ്റ്റ് ഇന്ത്യൻ കളിക്കാരനാണ് ആംബ്രോസ്. കരിയറിൽ ഭൂരിഭാഗം സമയത്തും ICC പ്ലെയർ റാങ്കിങ്ങിൽ ലോകത്തിലെ മികച്ച ബൗളർമാരിൽ ഒരാളായി അദ്ദേഹം തുടർന്നിരുന്നു. 2000-ൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം ക്രിക്കറ്റിനോടുള്ള തന്റെ സ്നേഹം ആംബ്രോസ് തുടർന്നു. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ച് 2014-ൽ അദ്ദേഹത്തിന് നൈറ്റ്ഹുഡ് പദവി ലഭിച്ചു. ഇത് കളിക്കളത്തിലെ മികവിനും കായിക ലോകത്തിന് നൽകിയ സംഭാവനകൾക്കുമുള്ള അംഗീകാരമായിരുന്നു. കാട്ട്ലി ആംബ്രോസ് ക്രിക്കറ്റ് ലോകത്ത് ഒരു ഇതിഹാസമായി എന്നും ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിന്റെ റെക്കോർഡുകളും ബാറ്റ്സ്മാൻമാരെ വിറപ്പിച്ച പ്രകടനങ്ങളും അസാധാരണമായ കഴിവും എക്കാലത്തും ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ പേസ് ബൗളിംഗ് ശൈലിയും കഠിനാധ്വാനവും യുവതലമുറയിലെ ബൗളർമാർക്ക് ഒരു പ്രചോദനമാണ്. വിൻഡീസ് ക്രിക്കറ്റിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെ പ്രതീകമായി ആംബ്രോസ് എന്നും ജ്വലിച്ചു നിൽക്കും. അദ്ദേഹത്തിന്റെ പേസ് ബൗളിംഗ് ശൈലിയും കഠിനാധ്വാനവും യുവതലമുറയിലെ ബൗളർമാർക്ക് ഒരു പ്രചോദനം തന്നെയാണ്. വിൻഡീസ് ക്രിക്കറ്റിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെ പ്രതീകമായി ആംബ്രോസ് എന്നും ജ്വലിച്ചു നിൽക്കും.